പളപളപ്പും സ്പ്രേയുടെ മണവുമൊക്കെയാണ് നമ്മളിൽ പലർക്കും ഇപ്പോഴും പ്രവാസം. പക്ഷേ പ്രവാസം നൊമ്പരമാണ്, ഗൃഹാതുരത്വമുണ്ട് അതിൽ എന്നൊക്കെ വരികളിലൂടെ നമ്മെ ബോധിപ്പിച്ച രണ്ടു പേരെയാണ് ഈ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ വേദിയിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കൂടെ കൂട്ടുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കട, ഒപ്പം ശ്രീ ബെന്യാമിൻ. എനിക്ക് തോന്നുന്നു കവിയുടെ കവിതയിൽ നിന്ന് തുടങ്ങാല്ലേ, പ്രവാസിയുടെ ആ ഒരു മനസ്സിലുള്ള വേദനയൊക്കെ പങ്കുവെച്ച ഒരു കവിത കോൺക്ലേവ് വേദിയിലും പാടുകയുണ്ടായി. അതിൻ്റെ രണ്ട് വരികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ല, ഈ സത്യത്തിലെ മലയാളിയെ സംബന്ധിച്ച് പ്രവാസം എന്നൊരു സാധനമില്ല. കാരണം ഈ മലയാളി സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിശാസ്ത്രപരമായി മാപ്പിനകത്ത് വരയ്ക്കുന്ന അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സ്പേസ് അല്ല കേരളം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്നത് ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭൂപടമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ പ്രവാസം ഒരു വലിയ കാര്യമായിട്ട് കണ്ടത്. ഇപ്പോൾ പ്രവാസം എന്ന വാക്കെന്ന് പറയുന്നത് എല്ലായിടത്തും വരും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, നമ്മൾ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുന്നു. ആ സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ പുറത്തു പോകുന്നു. 6 മാസം കഴിഞ്ഞ് ആ സ്കൂളിലേക്ക് വന്നാൽ നമ്മളവിടെ ഒരു പ്രവാസിയാണ്. ആ അർത്ഥത്തിൽ ലോകം മുഴുവനുള്ള ഒരു വൈകാരികത മാത്രമാണ് പ്രവാസം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി എവിടെയായിരുന്നാലും മലയാളിയാണ്. പക്ഷെങ്കിലും ഈ പ്രവാസ ലോകത്ത് അങ്ങ് ചോദിച്ചത് എൻ്റെ ഈ കവിത എന്ന് പറയുന്നത് ഈ പ്രവാസ ലോകത്തേക്ക് പോകുന്നവരെ അവരുടെ എല്ലാ നന്മകളെയും കണ്ടെത്താൻ നമ്മുടെ പൊതുസമൂഹം എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും പ്രാപ്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് ആ കവിത. നാട്ടിൽ നിന്നകന്ന നാള് വേരതറ്റുപോയിടും, നാടു കാണുവാൻ കൊതിച്ചിടും, വിരുന്നു വന്നിടും, തിരികെ നാം മടങ്ങിയെത്തിടുന്ന വേളയൊക്കെയും പതിയെ നാടകം നകന്ന് പരിചയം കുറഞ്ഞിടും, സ്വന്തമായിരുന്ന തൊടികൾ ബന്ധമറ്റു നോക്കിടും, ആരുമന്യരല്ല എന്ന തോന്നൽ മെല്ലെ മാഞ്ഞിടും, പതിവു പോലെ നാം നടന്ന പാതവക്കതൊന്നതിൽ പ്രണയനോട്ടമൊന്നെറിഞ്ഞു തന്ന ചെമ്പകത്തിനെ വേരറുത്തു വേറൊരാൾ പറിച്ചെടുത്തു പോയിടും, കരയിലേക്കെറിഞ്ഞു ചാടി തുടി തുടിച്ച മീനുപോൽ തിരികെയാ പ്രവാസമെത്തിടാൻ മനസ്സു വെമ്പിടും. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴും അവർ ആ അർത്ഥത്തിൽ നമ്മുടെ നാട് അങ്ങനെ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത്. ഈ നാട് നിലനിൽക്കുന്നത് തന്നെ പ്രവാസ ലോകം ഉള്ളതുകൊണ്ടാണ്. അതായത് കേരളം ഒന്നായതുകൊണ്ടാണ്, പ്രവാസം എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ആ അർത്ഥത്തിലേക്ക് നമ്മുടെ എന്താ പറയുന്ന കൺവെൻഷണൽ സൊസൈറ്റി എത്തിയിട്ടുണ്ടോ എന്നതിന് കാരണം നിരന്തരമായി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നഗരങ്ങളിൽ താമസിക്കുന്നവർ തന്നെ തൊട്ടടുത്ത ആളിനെ അറിയുന്നില്ല, എന്നാലും അവർ മലയാളിയാണെന്ന് അഭിമാനിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഗംഭീരമായി അറിയുന്നവരാണ് ഈ ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്ന നമ്മുടെ നാടിനെ ഇങ്ങനെയാക്കി നിലനിർത്തുന്ന പ്രവാസികൾ. ആ അർത്ഥത്തിൽ ഈ കോൺക്ലേവ് ആ തരത്തിലുള്ള ഒരു ഫോക്കസിലേക്ക് പോകട്ടെ. അതിനനുസരിച്ച് രണ്ട് ബ്ലെൻഡ് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായും അത് കവിയുടെ മാത്രമല്ല, മലയാളം മിഷൻ്റെ ഡയറക്ടറുടെ കൂടി വാക്കുകളാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ കെട്ടുകഥയെന്ന് തോന്നിക്കുന്ന പ്രവാസിയുടെ ജീവിതത്തെ അത്രത്തോളം തീക്ഷ്ണമായി എഴുതി ഫലിപ്പിച്ച എഴുത്തുകാരനാണ് ശ്രീ ബെന്യാമിൻ. എങ്ങനെയാണ് താങ്കൾ ഈ പ്രവാസത്തെയും അതിൻ്റെ അനുഭവങ്ങളെയും ആ കഥയുടെ പശ്ചാത്തലത്തിൽ ഈ കോൺക്ലേവിൻ്റെ കൂടി വേദിയിൽ എങ്ങനെയാണ് പറയാനാവുക നമുക്ക്? അല്ല, ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ ഒരു കത്തുണ്ട്. അത് നജീബ് നാട്ടിലേക്ക് എഴുതുന്ന കത്താണ്. ആ കത്ത് മുഴുവൻ കള്ളമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. കാരണം അത് ഇന്നോളം ഗൾഫ് നാടുകളിലേക്കോ മറ്റ് പ്രവാസഭൂമികളിലേക്കോ പോയ മനുഷ്യർ കേരളത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തിൻ്റെ പ്രതിനിധിയാണ് കത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം താൻ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴും താൻ ഇവിടെ സുഖമായി ജീവിക്കുന്നു എന്നാണ് ആ കത്ത് പറയുന്നത്. ഇത് പ്രവാസി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. അതുകൊണ്ടാണ് മുമ്പ് താങ്കൾ ചോദിച്ച പളപളപ്പാണ് പ്രവാസം എന്നൊരു തോന്നൽ മലയാളിയുടെ മനസ്സിലുണ്ടാവുകയും ഇപ്പോഴും യുവാക്കൾ ഈ അന്യദേശം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഗൾഫിൽ മാത്രമുള്ളതല്ല യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറയുന്നത്. എല്ലാ പ്രവാസഭൂമിയിലും ഇന്ന് മലയാളി ചെല്ലുന്ന അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെ ഇത്തരത്തിലുള്ള ദുരിതപരമായ ജീവിതങ്ങളുണ്ട്. അതുകൂടിയുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ഒരു വശമുണ്ട്. സമ്പന്നതയുടേതായ സൗഭാഗ്യത്തിൻ്റെതായ ഉയർച്ചയുടേതായ ഒരു വഴി ഉണ്ടുമ്പോൾ സമാനമായ ഒരു വഴി കൂടി ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത് പറയുക കലാകാരന്മാരുടെയും കവികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് എന്ന നിലയിലാണ്
രചനയുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പ്രവാസി കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മലയാളി ഇവിടെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മലയാളി അവിടെയും അനുഭവിക്കുന്നത്. അതിനെ ഏതൊക്കെ തരത്തിൽ ഇവിടെ നിന്നുകൊണ്ട് സഹായിക്കാൻ കഴിയും എന്നുള്ള ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കാവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയായി ഞാൻ കാണുന്നത്. തീർച്ചയായും വളരെ ചുരുങ്ങിയ സമയമാണെങ്കിലും വിശാലമായ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടുപേരും പറഞ്ഞു വെച്ചത്. അഖിലേഷ് കൊടുമണ്ണിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.